ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സമ്പുഷ്ട കേരളത്തിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ഇത് നമ്മൾ അപേക്ഷ നൽകേണ്ടത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ വെബ്സൈറ്റിലൂടെയാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഈ ഒരു ഇതിന്റെ ന്യൂസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് ഫോർ സെലക്ഷൻ ടു വേരിയസ് പോസ്റ്റ് ഇൻ സമ്പുഷ്ട കേരള. ഇത് ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോട്ടിഫിക്കേഷനിൽ. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാം. സമ്പുഷ്ട കേരളം പോഷൻ അഭിയാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റ്. ഇതിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കരാർ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ പ്രകാരം നമുക്ക് എന്താണ് അതിന് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷ നൽകേണ്ടത് എന്താണ്, ഓൺലൈൻ മോഡ് ഓൺലിയാണ്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് മാത്രം അപേക്ഷ നൽകിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. ഇത് നമുക്ക് ഏറ്റവും അവസാനം എങ്ങനെയാണ് അപേക്ഷ നൽകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ അപേക്ഷ നൽകേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 12/1, അതായത് ജനുവരി 12 മുതൽ 25/1 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ജനുവരി 25 ഉള്ളിൽ 5 PM ഉള്ളിൽ നമ്മൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ കുറച്ച് നോട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പാസ്പോർട്ട് സൈസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് വേണം. അതായത് 6 മന്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതോടൊപ്പം നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഒരു കോപ്പി വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറും എന്തായിരിക്കണം, JPEG ഫയൽ ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ ഫയൽ ഫോർമാറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് JPEG ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈസ് ഓഫ് ഫോട്ടോഗ്രാഫ് 200 KB ഉള്ളിൽ കൂടാൻ പാടില്ല. അതായത് 200 KB മുകളിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ആണെങ്കിൽ അത് 50 KB മുകളിലേക്കും വർദ്ധിക്കാൻ പാടില്ല. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കോപ്പി ആണെങ്കിൽ അതും JPEG അല്ലെങ്കിൽ PDF ഫോർമാറ്റ്, JPEGയോ അല്ലെങ്കിൽ PDF ഫോർമാറ്റ്, ഇതിൽ രണ്ടിലും അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, 3 MB മുകളിലേക്ക് ഫയൽ സൈസ് വർദ്ധിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം പോസ്റ്റ്, ഡീറ്റെയിൽ ഓഫ് പോസ്റ്റുകൾ നമുക്ക് നോക്കാം, എന്തൊക്കെ പോസ്റ്റാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ 5 പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം, കൺസൾട്ടൻ്റ് ആണ്. കൺസൾട്ടൻ്റ് അതായത് പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ എന്നാണ് നമ്മുടെ പോസ്റ്റിൻ്റെ. അതായത് ഈ ഒരു മേഖലയിൽ നമ്മൾ കൺസൾട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് പോസ്റ്റ് ഉണ്ടാകുക. വേക്കൻസി 1 ആണ്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ഡിഗ്രി ആണ്. അതായത് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഒരുപാട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടായാൽ മതി. പിന്നെ BTech അല്ലെങ്കിൽ BE ഇൻ IT, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ PG ഇൻ സയൻസ് വിത്ത് ഫോർമൽ ട്രെയിനിങ് ഓൺ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് നമുക്ക് നമ്മുടെ PGയിലോ അല്ലെങ്കിൽ നമുക്കുള്ള ഡിഗ്രിയിലോ ഉണ്ടായിരിക്കണം. അപ്പോൾ മിനിമം ഈ പറയുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും PG ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ എഴുതാനുമുള്ള പരിജ്ഞാനം വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലും നമുക്കുള്ള സ്കില്ലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സ്കില്ലും അത്യാവശ്യം ഉണ്ടായിരിക്കണം. നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ നല്ല അറിവുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഡിസൈറബിളിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാം. അവിടെ എസെൻഷ്യൽ എക്സ്പീരിയൻസിൽ വരുന്നത് അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. IT അല്ലെങ്കിൽ ICT സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ അനാലിസിസിലൊക്കെ ICTയുടെ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനും അനാലിസിസിലും നമുക്ക് 3 വർഷം മിനിമം എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. പിന്നെ വരുന്നത് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ നോളജ് ആൻഡ് പ്രൊഫഷൻസി ഇൻ M&E
മെത്തഡോളജീസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നോക്കാം. ദെൻ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് ഓർഗനൈസേഷനിലൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തവരായിരിക്കണം. പിന്നെ അതിൻ്റെ ഡിസൈറബിൾ ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപേക്ഷ നൽകാവുന്നതാണ്. അതോടൊപ്പം ഇതിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഓരോ മാസത്തെ, അതായത് പെർ മന്താണ് പറയുന്നത് 60,000 രൂപയാണ് ഇതിൻ്റെ റെമ്യൂണറേഷൻ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ വർഷവും വർദ്ധിക്കുമ്പോൾ 3% എന്താണ് റെമ്യൂണറേഷൻ നമ്മുടെ വർക്കിന് പെർഫോമൻസിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് വർദ്ധിക്കാവുന്നതുമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോസ്റ്റാണ് കൺസൾട്ടൻ്റ് എന്നാണ്. കൺസൾട്ടൻ്റ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് BCC എന്നാണ് ഈ പോസ്റ്റിൻ്റെ പേര്. നമ്മുടെ ഫംഗ്ഷൻ ഏരിയ എന്ന് പറയുന്നതാണ് ഇത്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് BCC എന്നാണ്. അപ്പോൾ വാക്കൻസി ഒന്നാണുള്ളത്. ദെൻ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ PG ഡിഗ്രി ഇൻ സോഷ്യൽ സയൻസ്, then health communication, mass communication, rural development, that includes courses on training, capacity building, management in nutrition or public health with at least 55% മാർക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ഓറിട്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ PG ഡിഗ്രി സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കമ്മ്യൂണിക്കേഷനിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമ്മളൊരു ക്വാളിഫൈഡ് ആയി നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനോട് പറയുന്നത് എക്സ്പെർട്ടൈസ് ഇൻ MS ഓഫീസ് ആണ്, ഇൻക്ലൂഡിങ് വേർഡ്, എക്സൽ ആൻഡ് പവർ പോയിന്റ്. അപ്പോൾ നമുക്ക് MS ഓഫീസിലൊക്കെ എന്താണ് MS ഓഫീസിൻ്റെ വേർഡ്, എക്സൽ, പവർ പോയിന്റിലൊക്കെ നമുക്ക് എന്താണ് അത്യാവശ്യം ഒരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇംഗ്ലീഷിലും നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലൊക്കെ അത്യാവശ്യം നല്ല സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈറബിൾ ജസ്റ്റ് നിങ്ങളോട് നോക്കാം. ദെൻ എക്സ്പീരിയൻസ് അടുത്തത് പറയുന്നത് എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ബിഹേവിയർ ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഇൻ്റർവെൻഷൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് ഓർ ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് ഈ ഒരു റിലവൻറ്റ് ഫീൽഡിൽ നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അപ്പോൾ ജില്ലാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു പ്ലാനിങ്ങും അതുപോലെ മോണിറ്ററിങ്ങും അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ 40 വയസ്സാണ് ഇതിൻ്റെ ഒരു പ്രായം കണക്കാക്കുന്നത്. ഇതിനും റെമ്യൂണറേഷൻ പെർ മന്ത് എന്ന് പറയുന്നത് 60,000 ആണ്. അതുപോലെ ആനുവൽ ഇൻക്രീസ് ഉണ്ടാവും 3%, ഡിപ്പെൻസ് ഓൺ നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ വരുന്നത് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഒരു വേക്കൻസി തന്നെയാണ് ഉള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ PG ഡിഗ്രി ഇൻ കൊമേഴ്സ്, അക്കൗണ്ടിങ്, CWA ഇൻ്റർമീഡിയറ്റ്, CA ഇൻ്റർമീഡിയറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്കാണ്. 50% മാർക്കോടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ നോക്കുക. അതോടൊപ്പം തന്നെ എക്സ്പെർട്ടൈസ് ഇൻ MS ഓഫീസ് ഇൻക്ലൂഡിങ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. അപ്പോൾ വേർഡും എക്സലും പവർ പോയിന്റിലൊക്കെ നമുക്ക് ഒരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപേക്ഷ നൽകാം. അതുപോലെ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും PG ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ 3 എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ബഡ്ജറ്റിങ്ങും ഓഡിറ്റിങ്ങിലും ഒക്കെ 3 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ 40 വയസ്സാണ് ഇവിടെ പ്രായം കണക്കാക്കുന്നത്. 30,000 അതായത് 30,000 ആണ് പെർ മന്ത്. അതുപോലെ ആനുവൽ ഇൻക്രീസ് 3% ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ ഓർ പറയുന്നുണ്ട്, അതായത് റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാം. അതായത് ഇവിടെ ഓർ കൊടുത്തിട്ടുണ്ട്. അതായത് റിട്ടയേർഡ് ഹാൻഡ്സിന് ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് റിട്ടയേർഡ് ആയിരിക്കണം. അതായത് അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് ഓഫീസർ, ഓഡിറ്റ് ഓഫീസർ, ഈ 3 പോസ്റ്റിൽ നിന്ന് റിട്ടയേർഡ് ആയവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാം. ദെൻ റിട്ടയേർഡ് ഹാൻഡ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫീസർ ആയിട്ടുള്ള 3 ഇയർ എക്സ്പീരിയൻസ്. ഇങ്ങനെ ഈ കണ്ടീഷൻ വേണം. ഇവരുടെ ഏജ് എന്ന് പറയുന്നത് 60 വയസ്സ് വരെ ഇവർക്ക് എന്ത് ചെയ്യാം, 60 വയസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത 4ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണ്. ഒരു വേക്കൻസി തന്നെയാണുള്ളത്. ദെൻ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT. അപ്പം കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ IT-ലോ നമുക്ക് എന്താണ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഫോർമൽ ട്രെയിനിങ് ഇൻ IT, മൊബൈൽ ആപ്ലിക്കേഷനിൽ, ഇതിലൊക്കെ IT-ലൊക്കെ നമുക്ക് എന്താണ് ഒരു ട്രെയിനിങ് ഒക്കെ നമുക്ക് ലഭിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. ദെൻ ഗുഡ് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നമുക്ക് ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് എന്താണ് സംസാരിക്കാനും എഴുതാനും ഒക്കെ നന്നായി അറിയണം. പിന്നെ എന്താണ് കമ്പ്യൂട്ടർ ലിറ്ററസി മസ്റ്റ്, അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം.
ഇത്രയും മതി ഈ ഒരു പ്രൊജക്ട് അസോസിയേറ്റിന്. ദെൻ എസെൻഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 year വർക്ക് എക്സ്പീരിയൻസ് ഇൻ ദ റെലവൻറ്റ് ഫീൽഡിൽ നമുക്ക് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിലൊക്കെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വർക്കിംഗ് വിത്ത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, ഗവൺമെൻറ് ഫ്രണ്ട് ലൈൻ, അതായത് ഗവൺമെൻറ് വർക്കേഴ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്താണ് ഈ IT മൊബൈൽ കമ്പ്യൂട്ടർ ഈ മേഖലയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 3 എക്സ്പീരിയൻസ് ആണ്. ദെൻ 34 years ആണ് ഇതിൻ്റെ ഒരു ഏജ്. 35 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇത് അപേക്ഷ നൽകാം. 25,000 ആണ് പെർ മന്ത്. പിന്നെ 3% അത് ഇൻക്രീസ് ചെയ്യും നമ്മുടെ പെർഫോമൻസിനനുസരിച്ച്. പിന്നെ 5ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ DEO എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. ദെൻ ഒരു വേക്കൻസി തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനി ഗ്രാജുവേഷൻ ആണ്, അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപേക്ഷ നൽകാം. അതോടൊപ്പം 2ാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് DCA ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ, അതായത് DCA അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ റെക്കഗ്നൈസ്ഡ് ആയുള്ള സ്ഥാപനത്തിൽ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പിംഗ് നോളജ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്താണ് ടൈപ്പിംഗ് നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് അപേക്ഷ നൽകാം. വെറും 35 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് ഇത് അപേക്ഷ നൽകാവുന്നത്. 15,000 ആണ് ഒരു മാസം നമുക്ക് ലഭിക്കുന്നത്. ദെൻ ആനുവൽ ഇൻക്രീസ് നമുക്ക് 3% എന്താണ് പെർഫോമൻസ് വെച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കണക്കാക്കുന്നത് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് 1/1/2022 ശേഷമുള്ള എക്സ്പീരിയൻസ് ഇതൊന്നും ഇവിടെ പരിഗണിക്കില്ല. അപ്പോൾ 1/1/2022 ഉള്ളിലുള്ള എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്, നമ്മൾ കാൻഡിഡേറ്റ് ഷുഡ് അപ്ലൈ ത്രൂ ഓൺലൈൻ മോഡ് ഓൺലി ആണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ ID വേണം. അങ്ങനെ കുറഞ്ഞ് എന്താ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ജനറൽ ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇത് അപേക്ഷ കൊടുക്കേണ്ടത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ മൊത്തം ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, www.cmdkerala.net എന്ന് പറയുന്നത് ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഈ ഫയലിൽ തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്തതിൻ്റെ നേരെ അടിയിലായിട്ട് ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോർ ദ സെലക്ഷൻ ടു വാരിയസ് പോസ്റ്റ് ഇൻ സമ്പുഷ്ട കേരളം എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. അതിന് ഇൻസ്ട്രക്ഷനാണ് ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിഷൻ്റെ ഇൻസ്ട്രക്ഷനാണ് ആദ്യം നമ്മൾ അപേക്ഷ നൽകണതിൻ്റെ. അതായത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഓൺലൈൻ അപേക്ഷ, ഫോട്ടോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മളിതാ പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആദ്യം നിങ്ങൾക്ക് ഇവിടെ എന്താണ് നിങ്ങളുടെ പേര് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഏത് പോസ്റ്റാണ് നമ്മൾ അപേക്ഷ നൽകുന്നത്, ഇപ്പോൾ കൺസൾട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്ട് അസോസിയേറ്റ് ആണ്, ഏതാണെന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, ഇമെയിൽ കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, അതുപോലെ അഡ്രസ് ലൈന് കൊടുക്കാനുണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുക്കാം. പിന്നെ നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുക്കാനുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഏതിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തത്, നമ്മളെ യൂണിവേഴ്സിറ്റി, ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, മന്ത് ഓഫ് ഇയർ ഓഫ് കംപ്ലീഷൻ, നമ്മൾ ഏത് മാസം വർഷമാണിത് പാസ്സായത്, അതുപോലെ തന്നെ നമ്മളെ പേഴ്സൻറ്റേജ് മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്നിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മുകളിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ആക്റ്റീവ് ആവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് എന്താണ് ഫോട്ടോഗ്രാഫ് കൊടുക്കാം, ഇവിടെ സിഗ്നേച്ചർ കൊടുക്കാം, ദെൻ ഡിക്ലറേഷൻ ഐ ഡു ഹിയർ ബൈ എന്ന് പറയുന്ന ഇവിടെ നിങ്ങളിത് ഈ ഒരു ചെക്ക് ബോക്സിൽ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ എന്താണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഇത്രയും വളരെ സിമ്പിളായുള്ള സ്റ്റെപ്പുകളോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫീസായിട്ടൊന്നും പ്രത്യേകം പറയുന്നില്ല, ഫീസൊന്നും ഇല്ല നമുക്ക് അപേക്ഷ നൽകാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഫീസിൻ്റെ കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ ഏതെങ്കിലും സ്റ്റേജിൽ ഇനി ഫീസ് വരികയാണെങ്കിൽ നമ്മളത് അടയ്ക്കാൻ ബാധ്യസ്ഥവുമാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഫീസ് പറയുന്നില്ല, അപ്പോൾ ഫീസ് ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ കുറഞ്ഞ പോസ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു പോസ്റ്റ് ആണെങ്കിലും അത് അപേക്ഷിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്